ഇത്രയും നേരം ഞാനല്ലേ ചെയ്തത്, ഞാൻ തന്നെ ചെയ്തോളാം. ഞാനിതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ വീട്ടിൽ. ഉള്ളവര് ഉണ്ടാക്കുകാരി, അങ്ങോട്ട് ഉണ്ടാക്ക്. ധാരമോളെ കറി ഉണ്ടാക്കിയത്? ഇത് മായ ഉണ്ടാക്കിയത്. ഉപ്പുമില്ല, ഒരു ടേസ്റ്റും ഇല്ല. ശരിയാ, ഇതിനൊപ്പില്ല. ഇച്ചിരി ഉപ്പൊക്കെ കുറഞ്ഞെന്നിരിക്കും. എൻ്റെ ചേട്ടൻ ജോലിക്ക് പോയി കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊണ്ടുവരുന്നതല്ലേ. ഇച്ചിരി ഉപ്പും മുളകൊക്കെ കുറഞ്ഞെന്നിരിക്കും. വേണേ കഴിച്ചാൽ മതി, ഇല്ലേ എഴുന്നേറ്റ് പൊക്കോ. അതെന്താടി നീ അങ്ങനെ പറയുന്നത്? നിന്റെ ഭർത്താവിനെ കഷ്ടപ്പെട്ട് ഈ നിലയിൽ എത്തിച്ചത് എന്റെ ഈ ചേട്ടനല്ലേ? അതിന് അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ ആ പേരും പറഞ്ഞ് എപ്പോഴും ഇവിടെ വന്നിരുന്ന് തിന്നാന്ന് വിചാരിക്കരുത്. ചേട്ടനും ചേച്ചിയും അമ്മയെല്ലാം എന്റെ ഭർത്താവിന്റെ വരുമാനത്തിലല്ലേ ഇവിടെ കഴിഞ്ഞു കൂടുന്നത്. അതും പോരാഞ്ഞിട്ട് ഈ സ്വത്തിന്റെ പാതിയോളം ഈ ചേട്ടൻ വിറ്റു തൊലച്ചു. അനിയനെ നോക്കിയതുപോലെ ഒരു കാലത്ത് ജോലി ഇല്ലാതെ വരുമ്പോൾ ഈ ചേട്ടനെ നോക്കണ കടമ അനിയന്റേന്നാണ്. അതിന് അനിയന് കുഴപ്പമില്ലല്ലോ, പിന്നെ നിനക്കെന്താ? എനിക്ക് പ്രശ്നമുണ്ട്. ഞങ്ങളുടെ ഷെയറിങ് തന്നേക്ക്. ഇവിടുന്ന് മാറിപ്പോയി താമസിക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്ത് ഷെയർ? എന്റെ മരണം വരെ എന്റെ ആമക്കളുടെ കൂടെ ജീവിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് വേണേലും അയക്കൂ. അതുവരെ ഇവിടുന്ന് പോകാൻ ആരും വിചാരിക്കണ്ട. ഈ തള്ളച്ചിയാണ് എല്ലാത്തിനും കാരണം. നിങ്ങൾ കാരണം ഞാൻ ഇവരെല്ലാരും സഹിക്കേണ്ടി വരുന്നത്. ഈ തള്ളനെ തെക്കോട്ടെടുത്താൽ മാത്രമേ ഈ കുടുംബത്തിന് സമാധാനം കിട്ടുള്ളൂ. നീ എന്റെ അമ്മയെ പറയാറായോടി. നമ്മുടെ അമ്മയെ പറഞ്ഞാനല്ലേടാ ഞാൻ തല്ലിയത്. വിടറ എന്നെ, എന്നെ വിടറാ, വിടറ എന്നെ. എടാ മക്കളെ, നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കല്ലേ മക്കളെ. നിങ്ങൾ വിട മക്കളെ. വിടറ എന്നെ, ഞാൻ വീഴൂടാ. എന്താ സംഭവം വെച്ചാലേ, ചേട്ടൻ കയറി അനിയന്റെ ഭാര്യയെ പിടിച്ചടാ. അനിയൻ പറഞ്ഞു കേട്ടാ എന്റെ ഭാര്യ തൊട്ടുപോരുന്നു. അതെ പോട്ടെ, അന്നേരം അങ്ങ് സംഭവിച്ചു പോയി. എന്നോട് വഴക്കാണോ ചേട്ടാ? അന്നേരം ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അവളെന്നെ ഇട്ടിട്ട് പോവും, ആകെ പ്രശ്നമാവും. ഞാൻ ചേട്ടയെ തടഞ്ഞില്ലെങ്കിൽ അവളോട് സ്നേഹമില്ലെന്ന് വിചാരിക്കും. അവള് കേസ് കൊടുക്കും, നമ്മുടെ കുടുംബം തകരും, ഓരോരോ പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയതാ. സാറില്ല ചേട്ടാ, ക്ഷമിക്ക്. ബാ, അകത്തോട്ട് പോവാം. എടാ മനോജ്, ഞാൻ 2 ദിവസമായി നിനക്ക്. എന്തിനാ? നമുക്ക് ഇച്ചിരി കാട്ട് തരാമല്ലോ. പൈസ നമ്മൾ നോക്കും. ഓക്കെ, അത് നമുക്ക് എന്താണെന്ന് ചെയ്യാം കേട്ടോ. ഞാൻ തേൻ എടുത്തിട്ട് ഞാൻ ചേട്ടനെ കൊണ്ട് വിളിക്കാം. ശരി, എന്നാ പോട്ടെ. ആയിക്കോട്ടെ. ഓക്കെ, ആ പോട്ടെ. ആ ശരി. ചേട്ടാ, ചേട്ടാ, നമ്മുടെ ജോർജ് അച്ചായന് കുറച്ച് തേൻ വേണമെന്ന് പറഞ്ഞായിരുന്നു. നമുക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടല്ലേ, തേൻ എടുത്ത് കൊടുത്താലോ? പൈസ എത്ര വെച്ച് വേണമെങ്കിൽ തരാമെന്നാണ് പറഞ്ഞേ. പെട്ടെന്ന് വേണമെന്നാണ് പറഞ്ഞേ. വാട്ടാ, പോയിട്ട് വരാം. സാബു വീട്ടിൽ കാണുവാടാ? നമുക്ക് പോയി നോക്കാം. എടാ, നമ്മുടെ വീട്ടിൽ പറഞ്ഞില്ലല്ലോടാ. നമ്മൾ പോയിട്ട് പെട്ടെന്ന് അങ്ങ് വരില്ലേ? ഇവർ രണ്ടുപേരും കൂടി എവിടെ പോവാ? അവനിവിടെ ഇല്ലെന്നാ തോന്നണേ. ഞാനൊന്ന് വിളിച്ചു നോക്കാം. അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആലോ. ഒരു കാര്യം ചെയ്യാം, പുറത്ത് കണ്ണാസും കയറി ഇരിപ്പുണ്ടല്ലോ, നമുക്കത് എടുത്തിട്ട് പോവാം. എന്നിട്ട് വരുമ്പോൾ നമുക്ക് എടുത്തു പറയാം. എന്നാ ബാ പോവാം. ചേട്ടാ, കയറ് ഇവിടെ ഇരിപ്പുണ്ട്. കയറ് പിടിച്ചോ, കണ്ണാസിനെ എടുത്തോളാം. പോകാം ചേട്ടാ. നമ്മുടെ അമ്മയെക്കുറിച്ച് നിന്റെ ഭാര്യ എന്തൊക്കെയാടാ പറഞ്ഞത്? നിനക്കൊരു വിഷമം ഇല്ലേടാ? വിഷമം ഇല്ലാത്തോണ്ടല്ലേ ചേട്ടാ.
എന്ത് ചെയ്യാനാ? ബീഡി വലിക്കണ്ട ചേട്ടാ, കൊള്ളൂല. ചേട്ടൻ എന്ത് പറഞ്ഞാലും ചേട്ടൻ കേൾക്കില്ല, വീണ്ടും വീണ്ടും വലിച്ചുകൊണ്ടിരിക്കും. എടാ നോക്കി പോണേ, കാടാണ്. നോക്ക് ചേട്ടാ, ഇവിടെ ഇരുന്ന തേൻ വേറെ ആമ്പിളർ കൊണ്ടുപോയി. നമ്മളിനി മുതലാളിയോട് എന്ത് പറയും? അത് എടുത്തു കൊടുത്തിരുന്നെങ്കിൽ വല്ല കാശെങ്കിലും കിട്ടിയാനെ. ഇനിയിപ്പോൾ നമ്മളെന്ത് ചെയ്യും? നീ വിഷമിക്കണ്ടടാ, നമുക്ക് കാട് കയറാം, അവിടെ കൂടുതൽ തേൻ കിട്ടും. നീ വാ. ഇവളെന്താ ഇവിടെ വന്നിരിക്കുന്നേ? എന്താടി ഇവിടെ ഇരിക്കുന്നേ? എനിക്ക് മതിയായി ചേച്ചി, എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കുക ഈ തള്ള. എനിക്ക് മതിയായി. എത്ര പ്രാവശ്യം ഞാൻ ചേട്ടനോട് പറഞ്ഞു എന്റെ വീട്ടിലോട്ട് പോവാന്ന്. ഈ ചേട്ടൻ സമ്മതിക്കണ്ടേ? സാരമില്ലടി, ഒക്കെ ശരിയാകും. എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കും. എന്റെ വീട്ടിൽ ഞാൻ എത്ര സൗകര്യമായിട്ട് കഴിഞ്ഞാന്ന് അറിയാമോ? പെൺപിള്ളേരുടെ എല്ലാം ഗതി ഇങ്ങനെ തന്നെയാണ് മോളെ. നമ്മളിതൊക്കെ അനുഭവിച്ചേ പറ്റൂ. സാരമില്ല, എല്ലാം ശരിയാകും. ഞാൻ തുണി കഴുകിയിട്ട് വരട്ടെ കേട്ടോ. എടാ ഇതാണ് ഫോറസ്റ്റുകാർ കടുവയുണ്ടെന്ന് പറഞ്ഞ കാട്. അയ്യോ എടാ ഫോറസ്റ്റുകാർ ചുമ്മാ പറയണേ ഇവിടെ കടുവയുണ്ടെന്ന്. നീ ധൈര്യമായിട്ട് പോരെ, ഞാനല്ലേ കൂടെ ഉള്ളത്. നീ ധൈര്യമായിട്ട് പോരെ. ഇനി ഒത്തിരി ദൂരം ഉണ്ടോ നടക്കാൻ? ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ. എടാ നിനക്കറിയാമോ, പണ്ട് കാലത്ത് ഇവിടെ ഒരു യക്ഷി ഉണ്ടായിരുന്നു. ആ യക്ഷി ഒത്തിരി പേരെ കൊന്ന സ്ഥലമാണ്. പയ്യെ പയ്യെ നോക്കി വാ. അതേ മുള്ള ചേട്ടാ, നോക്കി നോക്കി മടുത്തല്ലോ. ഈ സൈഡിലൊന്നും തേൻ കാണാനില്ല. നമുക്ക് ഈ ഭാഗം നോക്കാം. ഒരു കാര്യം ചെയ്യ്, ഞാൻ ഇതിലേ പൊക്കോളാം, നീ അതിലേം പൊക്കോ. തിരിച്ചിവിടെ തന്നെ വരണം. ആ ആയിക്കോട്ടെ. ചേട്ടാ ചേട്ടാ ചേട്ടോയ് ചേട്ടാ, എവിടെയാ? എവിടെയാ? ചേട്ടൻ എവിടെ പോയി കിടക്കുക? ചേട്ടോയ് ചേട്ടാ, ചേട്ടോയ് ചേട്ടൻ എവിടെ പോയി? എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് ചേട്ടൻ അങ്ങോട്ട് പോയി. ചേട്ടാ, അയ്യോ എൻ്റെ ചേട്ടന് ചെരുപ്പല്ലേ ഇത്? ചേട്ടാ, ദൈവമേ, എൻ്റെ ചേട്ടനൊന്നും പറ്റിയല്ലോ. ചേട്ടാ 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 എഴുന്നേക്കേട്ടാ. ചേട്ടാ എഴുന്നേക്കേട്ടാ, എഴുന്നേക്ക്. എൻ്റെ പറ്റിയല്ലോ. ചേട്ടാ ചേട്ടാ എഴുന്നേക്കേട്ടാ. ചേട്ടാ ഒന്ന് എഴുന്നേക്ക്. ചേട്ടാ എഴുന്നേക്കേട്ടാ. കണ്ണോർക്കേട്ടാ. ചേട്ടാ കണ്ണോർക്ക്. ചേട്ടാ കണ്ണോർക്കേട്ടാ. കണ്ണോർക്കേട്ടാ. ചേട്ടാ കണ്ണോർക്കേട്ടാ. കണ്ണോർക്ക്. ചേട്ടാ കണ്ണോർക്കേട്ടാ. കണ്ണോർക്കേട്ടാ. ചേട്ടൻ
എൻ്റെ ചേട്ടാ ചേട്ടാ കണ്ണൂർ കേട്ടോ. കടുവ കടുവ അയ്യോ 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 കടുവ അയ്യോ അയ്യോ ശരി. മനോജേ, ചേച്ചി ഇച്ചിരി വെള്ളം ഇങ്ങെടുത്ത്. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്തായി മോളെ? അവരന്വേഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മേ. ഇപ്പൊ 2 ദിവസം ആയില്ലേ. എന്താ ചേച്ചി? എന്തേ അവരുടെ വിവരം വല്ലതും അറിഞ്ഞു? ഞാൻ ദേ ഇപ്പൊ പോയിട്ട് വരുവാ. അവരന്വേഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോൺ വിളിച്ചോ? ഇല്ല, 2 പേരുടെയും ഫോൺ സ്വിച്ച് ഓഫാ. ആ, എന്നാ പറയാനാ. എനിക്ക് 2 സവോള വേണമായിരുന്നു, അതാ വന്നേ. അമ്മേ, എന്നാ ഇവിടെ ആകെ വിഷമിച്ച് നിൽക്കുമ്പോളാ സബോള ചോദിക്കാൻ വരുന്നത്. ഒന്നുമല്ല, ന്യൂസ് അറിയാൻ വന്നതാ.
വിശന്നിട്ട് വയ്യ. എന്താ സാറ്? മനോജിന്റെ മനോഹരന്റെ വീടല്ലേ ഇത്? അതെ. സ്റ്റേഷനിൽ ഒരു പരാതി കിട്ടിയിരുന്നു, അത് അന്വേഷിക്കാൻ വന്നാ. ഇവിടുന്നല്ലേ പരാതി തന്നെ? എന്താ ഉണ്ടായത്? 2 ദിവസമായി സാറെ കാണാതായിട്ട്, ഒരു വിവരവും ഇല്ല. ഫോൺ ചെയ്തിട്ടും കിട്ടുന്നില്ല. ശരി, ഞങ്ങൾ അന്വേഷിക്കട്ടെ. സാറേ സാറേ ഒന്ന് നിൽക്കണം സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട് സാറേ. 3 ദിവസം മുമ്പ് ഞാൻ ജനലിക്കൂടെ നോക്കുമ്പോൾ അനിയൻ ചേട്ടനുമായി പോകുന്നത് ഞാൻ കണ്ടതാണ് സാറേ. എവിടെ പോയാലും അന്ന് തന്നെ തിരിച്ചു വരുന്നതാണ് സാറേ. അവന്റെ കയ്യിൽ വാക്കത്തി ഉണ്ടായിരുന്നു. മാത്രമല്ല സാറേ, അവൻ കൊല്ലൂന്ന് പറഞ്ഞിരുന്നു സാറേ. മിക്കവാറും എനിക്ക് പേടിയാകുന്നു സാറേ. ശരി, ഞങ്ങൾ അന്വേഷിക്കാം. അതെ, മനോജ് ചേട്ടൻ മനോഹരൻ ചേട്ടൻ എടുത്തോണ്ട് ഓടണുണ്ട്. നാട്ടുകാരൊക്കെ അങ്ങോട്ട് പോണ്ട്. അവിടെ അവിടെ എന്തു പറ്റിയാന്നറിയില്ല, 2 ദിവസമായിട്ട് കാണില്ല എന്നാണ് നാട്ടുകാരൊക്കെ പറയണത്. സ്മെല്ലുണ്ട്, നല്ല സ്മെല്ലുണ്ട്, നല്ല സ്മെല്ലുണ്ട്. എന്താന്നൊരു പിടുത്തമില്ലല്ലോ. ചെലപ്പോ അതായിരിക്കാനാണ് സാധ്യത. അതെ 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 അതെ, അവനെ അറിയാൻ പറ്റുള്ളൂ എല്ലാം. മോനെ മോനെ മോനെ, നിനക്ക് എന്ത് പറ്റി മോനെ? മോനെ ഒന്ന് പറഞ്ഞേ മോനെ, എന്ത് പറ്റി മോനെ? എന്തു പറ്റി മോനെ? മോനെ ഒന്ന് കണ്ണു തുറക്ക് മോനെ. എടാ മോനെ, നിനക്ക് എന്ത് പറ്റി മോനെ? ഒന്ന് കണ്ണു തുറന്നേ മോനെ. എന്തോരം ഞാൻ വിളിക്കുന്നുണ്ട് മോനെ, നീ ഒന്ന് വിളി കേക്ക് മോനെ. നീ എന്റെ ദൈവമേ, ഞാൻ ആരോട് ചോദിക്കും? ഞാൻ ദൈവമേ ഇവരെ പറ്റിയെന്ന്. ദൈവമേ, എന്റെ ദൈവം ഇങ്ങനെ ചതിച്ചു കളഞ്ഞല്ലോ ദൈവമേ. എന്റെ പൊന്നിയാട്ടെ, എനിക്കറിയാൻ നല്ല മനുഷ്യനായിരുന്നു. എന്റെ ദൈവമേ, എന്റെ മൂത്ത മോനാണല്ലോ ദൈവമേ. അവനെ എവിടെ കൊണ്ടുപോവാ? ഇവന് പോയി, എനിക്ക് അവനെ ഉള്ള, അവനെ കൊണ്ടുപോകല്ലേ അവനോട് നിർത്തിച്ചു അവനെ കൊണ്ടുപോകല്ലേ. അവനെ കൊണ്ടുപോകല്ലേ, അവനെ നിർത്തിച്ചു പോ. എനിക്ക് ആരുമില്ല, അവനെ നിർത്തിച്ചു പോ. അമ്മേ, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. ബോഡി കൊണ്ടുവന്നെങ്കിൽ ഒരാളെൻ്റെ കൂടെ വരണം. മെമ്പർ, ചേട്ടന്റെ കാര്യം? മനോജിനെ റിമാൻഡ് ചെയ്തു. നാളെ ശനി, മറ്റന്നാൾ ഞായർ, തിങ്കളാഴ്ച ജാമ്യം കിട്ടുമായിരിക്കാം. 2 ആൾ ജാമ്യം കൂടി വേണം. ശരി, ഞാനെന്നാ പോയേക്കുവാ. ശരി, ആയിക്കോട്ടെ.
ചേട്ടാ അവര് വല്ല ഉപദ്രവിച്ചോ? നിന്നെ പോലീസുകാർ ഉപദ്രവിച്ചോടെ മക്കളെ? അമ്മയെ നമ്മൾ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങൾ. മനോജ് നിരപരാധിയാണ്. മനോഹരൻ പാമ്പുകടിയേറ്റാണ് മരിച്ചത്. ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ല. സമൂഹം ഇവനെ ഒരു കൊലപാതകയാക്കിയേക്കണാണ്. പോട്ടെ മോനെ, നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒന്നും അല്ല ജീവിതം. എന്റെ മക്കളെ എനിക്കറിയാം. അമ്മേ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അനുഭവിച്ച വേദന എനിക്ക് മാത്രമേ അറിയാവുള്ളൂ. ചെയ്യാത്ത തെറ്റിന് നാട്ടുകാരെന്നെ കൊലപാതകയാക്കി. ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? പോട്ടെ മക്കളെ, പോട്ടെ പോട്ടെ, സാരമില്ല. വാ, അകത്തേക്ക് പോകാം. അമ്മ പോലും എന്നെ സംശയിച്ചില്ല. എന്റെ മോനെ, നിന്നെ ഒരിക്കലും സംശയിച്ചില്ല ഞാൻ.